കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹലോ. ഹലോ മോളെ ചിത്രേ, ഞാൻ നിന്നോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ? എല്ലാത്തിൽ നിന്നും പിന്മാറിയെന്ന് പറയാൻ വിളിച്ചതാണോ? അതെ, ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറി. ഞാൻ ഇനി ഒരു വഴക്കനും ഇല്ലടി. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം. നാളെ രാവിലെ നീ ആ ക്ഷേത്രത്തിലൊന്ന് വരണം. എന്തിന്? എടി പൊട്ടി, കല്യാണ പെണ്ണ് ഒരുക്കുണ്ടായോ? നാളെ ഞാനും പ്രിയയും തമ്മിലുള്ള കല്യാണം നടക്കുമ്പോ നാത്തൂന്റെ സ്ഥാനത്ത് നീ അല്ലാതെ പിന്നെ വേറെ ആരാ? നിങ്ങൾ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതുവരെ കിട്ടിയതൊന്നും പോരെ നിങ്ങൾക്ക്? അതൊക്കെ പോട്ടെ മോളെ. അതൊന്നും ഏട്ടൻ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എടി, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ ചില പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം. അപ്പോ നാളെ കല്യാണത്തിന് മുമ്പ് നീ നേരത്തെ വന്നേക്കണം. പെണ്ണിനെ അണിയിച്ചൊരുക്കേണ്ടത് നാത്തൂന്റെ ചുമതലയാ. എന്റെ മോള് ആ കടമ നിറവേറ്റണം, മനസ്സിലായോ? അപ്പൊ ശരി, ഏട്ടൻ പറഞ്ഞതുപോലെ. ഇത് അമ്മയോട് പറഞ്ഞാലോ? അമ്മ ഇപ്പൊ സരോവരത്തിലെത്തിക്കാണും. ഇപ്പൊ അവിടെ തീ പിടിച്ചു കാണും. അവള് തന്നെ എല്ലാവരോടും പോയി പറഞ്ഞോളും. അതോടുകൂടി ആ തീ അവിടെ മൊത്തം പരന്നോളും. അതങ്ങനെ ആളിക്കത്തട്ടെ. നാളെ രാവിലെ വരെ ആളി ആളി. ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ DK പറഞ്ഞാൽ മതി. രാവിലെ 10:15 മുഹൂർത്തം. ക്ഷേത്രത്തിൽ താലികെട്ടിന് ചടങ്ങ് കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഹാളിലേക്ക് പോകും. ബാക്കി ചടങ്ങുകൾ അവിടെയാണ്. അപ്പോ താലികെട്ട് ചടങ്ങിന് ഏകദേശം എത്ര പേരുണ്ടാകും? മാക്സിമം ഒരു 50 പേരെ കാണത്തുള്ളൂ. അടുത്ത ബന്ധുക്കളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാരും അങ്ങ് ഹാളിലേക്കേ എത്തുള്ളൂ. ഒന്നിനും ഒരു കുറവും വരരുത്. എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ നിറവറയും വിളക്കൊക്കെ എടുക്കാൻ മറക്കല്ലേ. അതൊക്കെ ഞങ്ങൾ ഏറ്റവും സുധാരണരെ. നിങ്ങൾ രാവിലെ പെണ്ണിനെയും കൂട്ടി അങ്ങ് എത്തിയാൽ മതി. ബാക്കിയൊക്കെ അവിടെ റെഡിയായിരിക്കും. ഹലോ സുധാരണരെ, എല്ലാം ഓക്കെ അല്ലേ? ദൈവകാരുണ്യം കൊണ്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു പത്മാവതിമേ. എല്ലാറ്റിനും മുമ്പ് DK ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതെ അതെ അതെ. അപ്പൊ നടക്കട്ടെ. ഓക്കെ, അകത്തോട്ടുണ്ടോ മോളെ? ലുക്ക് പേട്ടി, അവനിപ്പോഴേ ശരിക്കും ഈ വീട്ടിൽ പരിഭവം തന്നെയായി. നീ ഹാപ്പി ആയില്ലേ? ആ പിന്നെ അവിടെ നീ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ടത് നിന്റെ മാത്രം സാമർഥ്യോ.
അമ്മയുടെ മോന്റെ സ്വഭാവം എപ്പോഴാ മാറുകയെന്ന് അമ്മയുടെ ലിറ്റിൽ കണ്ണിന് പോലും പറയാൻ പറ്റില്ല. കാട്ടുപോത്തു. അമ്മ ഇതിന് ഏത് കാട്ടിന്ന് അമ്മ പിടിച്ചോണ്ടെന്ന്? എന്റെ മോനെ കോട്ടപുറത്തുനിന്ന് വിളിച്ചോണ്ടല്ലോ. എടി അവൻ വെറും ഒരു പൂച്ചക്കുഞ്ഞാ. കണ്ടാ പുലിയെ പോലെ തോന്നിയേ ഉള്ളൂ. അവനെ മെരുക്കേണ്ടതേ നിന്റെ മിടുക്ക് പോലിരിക്കും. മോളെ, നിന്റെ അനിയത്തിയുടെ ഡെലിവറിക്ക് മുമ്പേ നിന്റെ ഡെലിവറി നടക്കണം. എത്രയും പെട്ടെന്ന്. ജൂനിയർ ഡിക്കയുടെ മദറാകാൻ നോക്ക്. അല്ലെങ്കിൽ വേണ്ട, ലിറ്റിൽ ജ്യോതിയുടെ മദറായാലും മതി. ആണായാലും പെണ്ണായാലും എനിക്ക് ഒരുപോലെയാ. അമ്മയുടെ മോന്റെ ഇഷ്ടം എന്താന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ. അതെ ഏട്ടാ. അതെ മോളെ. അതെ. അതെ, നിങ്ങക്ക് ലിറ്റിൽ ജ്യോതി വേണോ അതോ ജൂനിയർ ഹിറ്റ്ലർ വേണോ? എന്താ പറഞ്ഞു? അല്ല, അമ്മ പറഞ്ഞു പ്രിയയുടെ ഡെലിവറിക്ക് മുമ്പ് എന്റെ ഡെലിവറി നടക്കണമെന്ന്. എന്താ ഏട്ടന്റെ അഭിപ്രായം? അല്ല ഏട്ടാ, നാളെ പ്രിയയുടെ കല്യാണത്തിന് ഞാൻ ഏത് സാരി ഉടുക്കേണ്ടേ? പിങ്ക് വേണോ ബ്ലൂ വേണോ? ബ്ലൂ മതിയോ? ഏട്ടനതാ ഇഷ്ടമെങ്കിൽ എനിക്കോ തന്നെയാ താല്പര്യം. അമ്മയുടെ മോൻ പറഞ്ഞു ബ്ലൂ സാരി മതിന്ന്. പത്മാവതി അമ്മ എത്തിയോ? ദേ, കല്യാണത്തിനെ നാളെ നമുക്ക് ഇവിടുന്ന് പോവാം. അയ്യോ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. നാളെ ഞാൻ പിള്ളേരും കൂട്ടി മണ്ഡപത്തിൽ എത്തിക്കോളാം. ഞാനിന്ന് പ്രിയെ കാണട്ടെ. എന്നാ മോളെ പ്രിയയുടെ റൂമിലേക്ക് അമ്മ എന്നാക്ക്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. മോളെ നടക്ക്. പ്രിയമോളെ, ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. അമ്മ, എന്നാ നിങ്ങൾ എല്ലാരും പോയി ഭക്ഷണം കഴിക്കാം. എനിക്ക് വരാം. ശരി. വാ അമ്മേ. വാ അമ്മേ. ബെഡി, യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. അമ്മയുടെ ഒരു ചെറിയ ഗിഫ്റ്റാ, ഒരു ഷോമാല. വാങ്ങിച്ചോളൂ. വാങ്ങിക്ക്, അമ്മ സന്തോഷത്തോടെ തരുന്നല്ലേ. താങ്ക് യു അമ്മ. തുറന്നു നോക്ക്. എടുക്ക്. ആഹാ, കൊള്ളാമോ? കൊള്ളാലോ. നന്നായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ജ്യോതിമോൾ എന്റെ അടുത്ത് പറഞ്ഞു. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. ഈ കല്യാണം തീരുമാനിച്ചത് എന്റെ മോനാണെങ്കിൽ അതവൻ ബ്യൂട്ടിഫുള്ളായി നടത്തി തരും. അമ്മേ, എന്റെ കല്യാണം നടത്താൻ ഏട്ടൻ എത്ര ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവിനാശുമായി പലതവണ ഏട്ടന് വഴക്കിടേണ്ടി വന്നു, വെല്ലുവിളിക്കേണ്ടി വന്നു. ഏട്ടനെ കൊല്ലാൻ പോലും അവൻ ആളെ വിട്ടു. എല്ലാം ഞാൻ കാരണമല്ലേ അമ്മേ? അവിനാശിന് ഏട്ടനോട് ഇത്രയ്ക്ക് ശത്രുത ഉണ്ടാവാൻ ഉത്തരവാദി ഞാൻ മാത്രമാ. എന്നോട് ക്ഷമിക്കണം അമ്മേ. ബേട്ടി, തീയിൽ കുർത്തത് വെയിലത്ത് വാടില്ലെന്ന് നീ കേട്ടിട്ടില്ലേ? മൈ സൺ തീയിൽ കുർത്തതാ. ഇതിനേക്കാൾ വലിയ കാട്ടുതീ വന്നിട്ട് അവൻ ഭയപ്പെട്ടിട്ടില്ല. പിന്നെയല്ലേ അവിനാശ് പറഞ്ഞ തീ പൊട്ടിക്കൊള്ളി. അല്ലേ മോളെ? അതെ. നിന്റെ മാരേജ് നടത്താൻ അവൻ തീരുമാനിച്ചെങ്കിലേ അതവൻ ഹാപ്പി ആയിട്ട് നടത്തി തരും. ഡോണ്ട് വറി മോളെ, ബി ഹാപ്പി. പറഞ്ഞിട്ട് കേക്കണ്ടേ അമ്മ? അവള് കാരണം ഏട്ടൻ ടെൻഷൻ അടിക്കുന്നു പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു. നോ ടെൻഷൻ.
മൈ സൺ ഓൾവേസ് ടെൻഷൻ. എന്റെ മോൻ എന്നും ടെൻഷനിലൂടെയാ ജീവിച്ചത്. അവനൊന്നും ഒരു പുത്തിരിയല്ല. മോള് ഹാപ്പി ആയിട്ട് മാരേജിന് ഒരുക്കിക്കോളൂ. നത്തിങ് ഹാപ്പൻ. അമ്മ, കഷ്ടിച്ച ഇവള് അവിനാശിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി അവൻ വരില്ല മോളെ. ഐ ആം ഷുവർ. അതോർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട. ബി ഹാപ്പി. എല്ലാം ഹാപ്പി ആവും. അമ്മ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാനിപ്പോ വരാവേ. നാളെ അയാള് വന്നിനി എന്ത് കുഴപ്പം ഉണ്ടാക്കുക? ഒന്നുകൂടി ഒന്ന് വിളിച്ച് നാളെ ആ പരിസരത്തേക്ക് വരരുതെന്ന് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞ അയാള് കേൾക്കൂ. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. മോളെ, നീ ഇപ്പൊ വിളിച്ച എന്തിനാണെന്ന് ഏട്ടൻ പറയട്ടെ. നാളെ ഞാൻ ആ പരിസരത്ത് വന്നൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറയാനല്ലയോ നീ വിളിച്ചത്? അതെങ്ങനെ ഇയാൾക്ക് മനസ്സിലായി? കൃത്യസമയത്ത് തന്നെ നാളെ ഏട്ടൻ അവിടെ വരും. പ്രിയ കല്യാണം കഴിക്കുകയും ചെയ്യും. അതിനെ ആരെ കൊന്നിട്ടായാലും ശരി, എന്റെയും പ്രിയയുടെയും വിവാഹം നടന്നിരിക്കും. സമയത്ത് നീ ഇവിടെ ഉണ്ടാവണം. ആ കാഴ്ച നേരി കാണണ്ടേ? ഓക്കെ. എന്താ ഇവൾക്കൊരു എരിപൊരി സഞ്ചാരം? നാളത്തെ കാര്യം ഓർത്തിട്ടായിരിക്കും. എങ്ങനെ ഇരിപ്പുറയ്ക്കും? അവളുടെ ആങ്ങളെ കാരണമല്ലേ നാളെ ഈ കല്യാണം മുടങ്ങാൻ പോകുന്നത്. വാ. എന്ത് പറ്റി ചിത്രേ? എന്താ നിനക്കൊരു ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെന്താടി, നിനക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? നിനക്കെന്താ ഉള്ളിലൊരു വെപ്രാളം? എനിക്ക് ഒരു വെപ്രാളവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോയേ. നാളെ ഈ കല്യാണം നടക്കൂടി? നടക്കാനും സാധ്യതയുണ്ട്, നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. നടക്കാതിരിക്കാനുള്ള സാധ്യതയാ കൂടുതല്. സത്യത്തില് നിന്റെ കാര്യം വലിയ കഷ്ടാ ചിത്രേ. സ്വന്തം ആങ്ങളയുടെ പക്ഷത്ത് നിൽക്കണോ അതോ ജ്യോതിയുടെ പക്ഷത്ത് നിൽക്കണോ? ആകെ കൺഫ്യൂഷനാ. ഞങ്ങൾക്ക് പക്ഷേ ഒരു കൺഫ്യൂഷനും ഇല്ല. കല്യാണം മുടങ്ങിയാലും നടന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ സംസാരിക്കല്ലേ മായേച്ചി. ഒരു പെൺകുട്ടിയുടെ ജീവിതം അത് തകരുന്നത് കണ്ട് സന്തോഷിക്കാൻ നിങ്ങളെ പോലെ ദുഷ്ട മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയൂ. ഞങ്ങൾക്ക് ദുഷ്ട മനസ്സാ, സമ്മതിച്ചു. എന്നാ നീ ദുഷ്ട മനസ്സിന് മുകളിൽ പെയിന്റ് അടിച്ച് വെളുപ്പിച്ചത് ഈ അടുത്ത കാലത്താണല്ലോ. പെയിന്റ് അടിച്ച് വെളുപ്പിച്ചതല്ല, എന്റെ ഉള്ളിലെ വെളിച്ചം വീണതാ. ഓ അതെ, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാളെ ഈ കല്യാണം നടക്കും. DK നടത്തും, നോക്കിക്കോ. എന്റെ ഏട്ടനല്ല, ആര് വിചാരിച്ചാലും അത് മുടക്കാൻ പറ്റില്ല. വന്ന് കണ്ണു നിറയെ ആ കാഴ്ച കണ്ടേച്ചു പോര്. അല്ല പിന്നെ കൊള്ളാം, ശൗര്യം കുറച്ച് കൂടിയിട്ടുണ്ട്. ജ്യോതിയുടെ കൂട്ടിലല്ലേ കിടപ്പ്.
അപ്പൊ പിന്നെ ശൗര്യം കൂടുമല്ലോ. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം. നിങ്ങളെന്നാ നേരെ അമ്പലത്തിലേക്കല്ലേ? ശരി, ഓക്കെ. ആ ഞാനേ പൂജാരിയെ നേരിട്ട് കണ്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ധൈര്യമായിട്ടേ. നിങ്ങളൊക്കെ ഉള്ളതാ എന്റെ ഒരു ധൈര്യം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. സുധാകരൻ നായരെ, ഞാൻ അന്ന് ടെമ്പിൾ വരെ പോയി. അതെ, ഇവിടുത്തെ കാര്യങ്ങൾക്ക് ഒരു കുഴപ്പവും വരാതെ ദേവൻ നോക്കിക്കോളും. മോനെ ദേവ, എല്ലാം ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ഓക്കെ? സുധാകരൻ നായരെ, ഒരു ടെൻഷനും വേണ്ട. എന്റെ സണ്ണിനെ പോലെ ഒരു മരുമകൻ ഉള്ളപ്പം നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ, അല്ലേ? സത്യം പറഞ്ഞ പത്മാവതി അമ്മേ, ജീവനുണ്ടെന്നേ ഉള്ളൂ. ആ പയ്യന്റെ വീട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചാലും കല്യാണം നടക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ആർക്കും ഒരു ടെൻഷനും വേണ്ട. മൈ ലിറ്റിൽ കർണൽ ഹെൽപ്പ് യു. ഒരു പെൺകുട്ടിയുടെ കല്യാണം ആകുമ്പോൾ എവിടെയായാലും ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാകും. നമ്മളത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണതേ ഉള്ളൂ. മോനെ, വേണമെങ്കിലേ പോലീസിനെ കൂടെ ഒന്ന് അറിയിച്ചേരെ. പോലീസും പട്ടാളൊന്നും വേണ്ട. അവനെ തിളയ്ക്കാനുള്ള ചങ്ങല എന്റെ കയ്യിലുണ്ട്. സുധാകരനാരെ, എന്നാ പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. മോളെ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ലിറ്റിൽ ജ്യോതി യൂണിയൻ ലീക്ക് ഇവിടെ കല്ലിപ്പണ്ണെ. വധശിക്ഷ ജീവപര്യന്തമായിട്ട് കുറച്ചു കിട്ടിയ ജയിൽ പുള്ളിയ ഇപ്പൊ അമ്മയുടെ മകള്. എത്ര കാലം വേണമെങ്കിലും അമരാവതിയിൽ ജീവിക്കാനുള്ള ഉത്തരവ് എനിക്ക് കിട്ടി. പക്ഷേ ഇപ്പോഴും ഒരു ജയിൽ പുള്ളിയുടെ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അവകാശങ്ങളൊന്നുമില്ല. ആ, അമ്മ എന്ത് പറയുന്നു? ഈ ജീവിതം ഞാൻ തുടരണോ, അതോ ഈ കല്യാണം കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരട്ടെ? ഞാൻ തിരിച്ചു വരുന്നത് അച്ഛന് സങ്കടമാവും അല്ലേ? അപ്പൊ നിനക്കോ? എനിക്കോ? എന്റെ മനസ്സിൽ എന്താന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? ആ ഹിറ്റ്ലറിനെ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടോ, ഒരു ആരാധന. പക്ഷെ ഒരു രക്ഷയുമില്ല. ആ ഷാജഹാന്റെ മനസ്സിൽ സുപ്രിയ എന്ന മുംതാസ് മാത്രമേ ഉള്ളൂ. അതിന്റെ സ്മാരകമായിട്ട് കൊട്ടാരം പോലത്തെ അമരാവതി വീടും, DKയുടെ താജ്മഹൽ. അതിൽ കിടന്ന് ഒരുക്കി തീരെ ഉള്ളൂ എന്റെ ഈ ജന്മം. അമ്മ, ഞാൻ ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുക. അമ്മ എന്റെ കൂടെ നിൽക്കണം. പിന്നെ ഞാനീ പറഞ്ഞതൊക്കെ അമ്മ രഹസ്യമായിട്ട് വെക്കണേ. എന്റെ ഒടുക്കത്തെ പിടിവെള്ളിയായത്. ജീവിതത്തില്
എനിക്കിനി മറ്റൊരു ഇണയില്ല. സത്യം. നാളെ കല്യാണം. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ തീരുമാനം എല്ലാവരെയും അറിയിക്കാൻ.